എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ മാംസാഹാർ മാനവതാ കാ അപമാൻ എന്ന ഹിന്ദി പുസ്തകത്തിലെ ചില പ്രധാന ആശയങ്ങളെക്കുറിച്ചാണ്. മാംസാഹാരം എന്നത് വെറുമൊരു ഭക്ഷണ രീതി മാത്രമല്ല, അത് നമ്മുടെ മനുഷ്യത്വത്തെ തന്നെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നീ പുസ്തകം വളരെ ആഴത്തിൽ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം. 6 ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു വ്യക്തിപരമായ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി അത് പതിയെ സമൂഹത്തെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ട് അവസാനം വളരെ പ്രധാനപ്പെട്ടൊരു ധാർമ്മിക പാഠത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമ്മുടെ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾക്ക് വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കപ്പുറം വലിയൊരു പ്രസക്തിയുണ്ടോ? ശരിക്കും ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ പുസ്തകം അതിലെ ചർച്ചകൾ തുടങ്ങുന്നത്. അതായത്, നമ്മളെ നിയന്ത്രിക്കാൻ ഒരു നിയമവുമില്ലെങ്കിൽ പോലും സമൂഹത്തിന് മൊത്തത്തിൽ നല്ലത് വരുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാവുന്നത്. അതാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ടൊരു വാദം. ഇത് ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത്, നിയമം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ മനസ്സാക്ഷിക്ക് കൂടി ഒരു റോളുണ്ട്, പ്രത്യേകിച്ചും നമ്മൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ. ഇനി ഈ ഒരു വ്യക്തിപരമായ ധാർമ്മികതയിൽ നിന്ന് നമുക്ക് ഒരു പടി കൂടി മുന്നോട്ടു പോകാം. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം ഒരു വലിയ സമൂഹത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. അതായത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ സ്വഭാവത്തെ നേരിട്ട് സ്വാധീനിക്കാനുള്ള കഴിവുണ്ടത്രേ. സാത്വിക ഭക്ഷണം, അതായത് സസ്യാഹാരം, നമ്മളിൽ സമാധാനവും സഹകരണ മനോഭാവവുമൊക്കെ ഉണ്ടാക്കുമ്പോൾ താമസിക ഭക്ഷണം നേരെ തിരിച്ചാണ്. എന്താണ് ഈ താമസിക ഭക്ഷണം? കോപം, അലസത, സ്വാർത്ഥത ഇങ്ങനെയുള്ള വികാരങ്ങൾ വളർത്തുന്ന ഭക്ഷണം. ഇത് സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇപ്പോ ഈ കാണുന്നത് പോലെ ഈ ഓരോ സ്വഭാവങ്ങളും ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊന്നല്ല. ഇത് ഒരു സമൂഹത്തിലെ മൊത്തത്തിൽ പടരുമ്പോ അത് ആ സമൂഹത്തിന്റെ ഐക്യത്തിന്റെ അടിത്തറയെ തന്നെ പതിയെ പതിയെ ഇല്ലാതാക്കും. അല്ല, നല്ല ആരോഗ്യം വേണമെങ്കിൽ, നല്ല ശക്തി വേണമെങ്കിൽ മാംസം കഴിക്കണമെന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലേ? പക്ഷേ ഈ ഒരു വിശ്വാസത്തെ ഈ പുസ്തകം വളരെ ശക്തമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോ മാംസാഹാരത്തെ ന്യായീകരിക്കാൻ എപ്പോഴും പറയുന്ന ഈ ഒരു പോയിന്റ് നമുക്ക് ചില വസ്തുതകൾ വെച്ചൊന്ന് പരിശോധിച്ചാലോ? നോക്കൂ, ഈ താരതമ്യം കാണുമ്പോൾ തന്നെ കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ശരീരഘടന, അതായത് നമ്മുടെ ദഹനവ്യവസ്ഥ, പല്ലുകളുടെ ഘടന, ഇതെല്ലാം മാംസഭോജികളുടേതിനേക്കാൾ സസ്യഭോജികളോടാണ് കൂടുതൽ സാമ്യമുള്ളത്. ഇനി നമുക്ക് ന്യൂട്രിയൻസിന്റെ കാര്യം നോക്കാം. കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, സോയാബീൻ, ചീര, ഈന്തപ്പഴം ഇതുപോലുള്ള സസ്യങ്ങളിൽ പലപ്പോഴും മാംസത്തിലുള്ളതിനേക്കാൾ നല്ല പോഷകങ്ങളുണ്ട്. മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ ദഹിപ്പിക്കാനും പറ്റും. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ കാണുന്ന പല അസുഖങ്ങൾക്കും, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, സന്ധിവാതം, ഇതിനൊക്കെ മാംസാഹാരവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. ഇനി അതിലും ഗൗരവമായൊരു കാര്യം, ഇത് നമ്മുടെ അടുത്ത തലമുറയുടെ ആരോഗ്യത്തെ വരെ മോശമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിനേക്കാളുമൊക്കെ ആഴത്തിലുള്ളൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും വരെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ താമസിക ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? മനസ്സിൽ ദേഷ്യം, അലസത, നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഈ പുസ്തകം മാംസത്തെ കാണുന്നത്. ഇത് നമ്മുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥയെ നേരിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതായത്, ഈ ദേഷ്യം, മടി, അക്രമസ്വഭാവം ഇതൊന്നും വെറും സ്വഭാവത്തിലെ ചെറിയ പ്രശ്നങ്ങളല്ല, മറിച്ച് മൃഗങ്ങളുടെ ചില സ്വഭാവങ്ങൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭക്ഷണരീതിയുടെ നേരിട്ടുള്ള റിസൾട്ടാണ് ഈ പുസ്തകം ഇതിനെ കാണുന്നത്. ഇനി ഈ കണക്കൊന്നു നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തടവിലാട്ടപ്പെട്ടവരിൽ, അതായത് കുറ്റവാളികളിൽ 90% പേരും മാംസവും മദ്യവും പുകയിലയും ഉപയോഗിക്കുന്നവരാണെന്ന് ചില സാമൂഹ്യശാസ്ത്രജ്ഞർ പറയുന്നു. അപ്പോ ഈ താമസികമായ ജീവിതശൈലിയും സാമൂഹിക വിരുദ്ധമായ പെരുമാറ്റവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നില്ലേ? അപ്പോ ഒരു സംശയം വരാം, മാംസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ശക്തി കിട്ടുക, അല്ലേ? നമുക്കതിനൊരു ഉത്തരം കണ്ടെത്താം. പ്രകൃതി തന്നെ നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. സ്വാമി വിർജിയുടെ ഈ വാക്കുകൾ കേൾക്കൂ. കുതിര, കാള, ആന ഇതിനൊക്കെ എത്രമാത്രം ശക്തിയുണ്ട്. ഇവയെല്ലാം സസ്യാഹാരികളാണ്. ഈയൊരൊറ്റ കാര്യം മതി
ശക്തിയെക്കുറിച്ചുള്ള നമ്മുടെ പല ധാരണകളെയും തിരുത്തിയെഴുതാൻ. നമുക്ക് ആനയെ തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. എത്ര വലിയ ശക്തിയാണതിന്, പക്ഷെ അപ്പോഴും എത്ര ശാന്തമാണ് അതിന്റെ സ്വഭാവം. ഈ ശക്തിയും ശാന്തതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അതിനെ സഹായിക്കുന്നത് സസ്യാഹാരമാണ്. ഈ പുസ്തകത്തിൽ ഒരു വിദഗ്ധൻ കണ്ട് ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു സിംഹം ആനക്കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തള്ളയാന ഓടിച്ചെന്ന് ആ സിംഹത്തെ നേരിട്ടു. എന്നിട്ട് അതിനെ ചവിട്ടിമെതിച്ചു. അപ്പോൾ ആരാണ് കൂടുതൽ ശക്തൻ? ഒരു നേർക്കുനേർ പോരാട്ടത്തിൽ സസ്യഭോജിയുടെ ശക്തിയാണ് പലപ്പോഴും വിജയിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന പല കഴിവുകളും, ഒട്ടകത്തിന്റെ സഹനശക്തി, മാനിന്റെ വേഗത, കാണ്ടാമൃഗത്തിന്റെ പ്രതിരോധം, ഇതെല്ലാം സസ്യാഹാരികളായ ജീവികളിലാണ് ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ കഴിയുന്നതെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കാതലായൊരു ആശയത്തിലേക്ക് എത്തുകയാണ്. അതായത്, നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടി മറ്റൊരു ജീവനെ എടുക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ പതിയെ പതിയെ കഠിനമാക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമായ അനുകമ്പയും ദയയും അതില്ലാതാക്കും. അപ്പം മാംസാഹാരം എന്നത് വെറുമൊരു ഡയറ്റ് ചോയ്സ് അല്ല, അത് നമ്മുടെ ആത്മാവിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഈ പുസ്തകം പറയുന്നു. അപ്പോ അവസാനമായി ഒരു ചോദ്യം. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ദയ, സ്നേഹം, സഹനം പോലുള്ള എല്ലാ നല്ല ഗുണങ്ങളും ഒരു സസ്യാഹാര ജീവിത രീതിയിൽ കണ്ടെത്താൻ കഴിയുമെങ്കിൽ നമ്മൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? സമാധാനത്തിനും യഥാർത്ഥ ശക്തിക്കും അനുകമ്പയ്ക്കും വേണ്ടിയുള്ള നമ്മുടെ ഏറ്റവും വലിയ കഴിവിനെ തിരിച്ചുപിടിക്കാനുള്ളൊരു വഴിയായിട്ടാണ് ഈ പുസ്തകം സസ്യാഹാരത്തെ അവതരിപ്പിക്കുന്നത്.